പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവർ അയക്കുന്ന തുകയ്ക്ക് കൂടുതൽ മൂല്യം കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണം. സാധാരണ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം കടബാധ്യതകളുണ്ടാവും. ഈ കടബാധ്യതകൾ പെട്ടെന്ന് തീർക്കാനെ കൊണ്ട് കഴിയുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമുള്ളൊരു കാര്യമാണ്. ഇന്ത്യൻ രൂപയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ 2025 ഏകദേശം 4.5% ഇടിവാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇന്ത്യൻ രൂപ മാർക്കറ്റിൽ വളരെയധികം വീക്കാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം വ്യാപാര നയത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഈ 2025 തന്നെ ഇന്ത്യൻ രൂപ ഇതെല്ലാം കാരണം 4.5% ഡിപ്രീസിയേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രൂപയിൽ വളരെയധികം ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇടപെട്ട് കൂടുതൽ ഡോളർ വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അതുണ്ടായി. ഇന്ത്യൻ രൂപയ്ക്കെതിരെ ഒമാനി റിയാലിന്റെ വിനിമയ നിരക്കിൽ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ തുകയാണ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വിപണിയിലുണ്ടായ ചാഞ്ചാട്ടമാണ് ഇതിന് കാരണം. ഇത് പ്രവാസികളായിട്ടുള്ള ആളുകളെ എങ്ങനെ ബാധിക്കുന്നു? ഇതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് സാമ്പത്തിക വിദഗ്ധനായ അഡ്വക്കേറ്റ് മധുസൂദനൻ സാറാണ്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കിൽ ഒമാനി റിയാലിന് ഏറ്റവും കൂടിയ തുകയാണ് ഇപ്പോൾ നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 232.25 വരെ സാമ്പത്തിക വിനിമയ സ്ഥാപനങ്ങൾ നൽകി വരുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ. ഇത് പ്രവാസികൾക്ക് എങ്ങനെ ബാധിക്കുന്നു? പറഞ്ഞത് വളരെയധികം ശരിയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രൂപയുമായുള്ള വിനിമയ നിരക്കിൽ ഡോളറുമായുള്ള വിനിമയ നിരക്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ രൂപ കൂപ്പുകുത്തുകയാണ് ചെയ്തത്. സർവകാല റെക്കോർഡായ 89.71 പോയി. അതായത് ഒരു ഒമാനി റിയാലിന് 232 രൂപ 25 പൈസയാണ് ഇന്ന് ഒമാനിലെ പ്രവാസികൾക്ക് കിട്ടുന്നത്. ഇത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവർ അയക്കുന്ന തുകയ്ക്ക് കൂടുതൽ മൂല്യം കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണം. കാരണം കഴിഞ്ഞ ഈ 2025 ജനുവരി മാസം ഒരു ഒമാനി റിയാലിന് 222 രൂപയായിരുന്നു. ഇന്നത് 232 രൂപയിലേക്ക് അധികം വരുന്നു. അതായത് ഒരു ഒമാനി റിയാലിന് 10 രൂപയിലധികം കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാട്ടിലുള്ള സാധാരണ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം കടബാധ്യതകളുണ്ടാവും. ഈ കടബാധ്യതകൾ പെട്ടെന്ന് തീർക്കാനെ കൊണ്ട് കഴിയുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമുള്ളൊരു കാര്യമാണ്. ഇന്ത്യൻ രൂപയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ 2025 ഏകദേശം 4.5% ഇടിവാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. ഇത് മറ്റ് കറൻസികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന സ്വല്പം കൂടുതലാണെന്ന് പറയാം. സത്യത്തിൽ എന്താണ് വിപണിയിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് രൂപയുടെ വിനിമയ നിരക്ക് ഇത്രയും താഴ്ന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുണ്ടായ സാഹചര്യം? US അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നിരിക്കുന്ന ഇന്ത്യയുടെ മേൽ കൊണ്ടുവന്നിരിക്കുന്ന അധിക വ്യാപാര ചുങ്കമാണ്. അതുപോലെ തന്നെ റഷ്യൻ എണ്ണ ക്രൂഡ് ഇറക്കുമതി സംബന്ധിച്ച് ഇന്ത്യയുടെ മേടിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക ചുങ്കമാണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാരണമെന്നുള്ളത്. ഇത് മാർക്കറ്റിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ഈ 2025 തന്നെ ഇന്ത്യൻ രൂപ ഇതെല്ലാം കാരണം 4.5% ഡിപ്രീസിയേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ ഒരു അതായത് 89 രൂപ ക്രോസ് ചെയ്ത് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യയും US തമ്മിലുള്ള ചില വ്യാപാര കരാറുകൾ ഒപ്പിടുന്നതിലുള്ള കാലതാമസമാണ്. അതിൽ രണ്ടാമത്തെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇത്തരം ചാഞ്ചാട്ടം രൂപയിൽ വളരെയധികം ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇടപെട്ട് കൂടുതൽ ഡോളർ വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അതുണ്ടായില്ല. മറ്റൊരു കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ 10-25 വർഷമായി ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഒരു 0 ലെവലാണ്. അവിടുത്തെ ചില പ്രശ്നങ്ങൾ കാരണം, അതായത് അവിടുത്തെ ഇൻഫ്ലേഷൻ കാരണവും അല്ലെങ്കിൽ കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയുണ്ടായി. ഇതിൻ്റെ അനന്തരഫലമായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ തന്നെ ആൾക്കാർ ധാരാളം ഇൻട്രസ്റ്റ് റേറ്റ് 0 ആയതുകൊണ്ട് ജപ്പാനിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇന്ത്യ പോലുള്ള ഇമർജിങ് എക്കണോമീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് പ്രോഫിറ്റബിൾ അല്ലാതെ വരുന്നതുകൊണ്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച്
ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെടുത്ത് ജപ്പാനിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട്. ഇതും മാർക്കറ്റിൽ ഈ ഇന്ത്യൻ രൂപയ്ക്കൊരു പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ രൂപ പെട്ടെന്ന് തന്നെ മൂല്യം ഇടിയാനുള്ള ഒരു കാരണമാക്കിയിട്ടുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. ഈ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവ് ഇത് നാട്ടിലെ കയറ്റുമതി ഇറക്കുമതി മേഖലയെ എങ്ങനെ ബാധിക്കും? ഈ രൂപയുടെ ഒരു മൂല്യം ഇടിവെന്ന് പറയുന്നത് കയറ്റുമതിക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യം അവർ ഇന്നലെ വരെ ഒരു ഡോളറിന് 88 രൂപയ്ക്ക് അല്ലെങ്കിൽ 88 രൂപ 50 പൈസയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് അതേ സാധനത്തിന് ഇന്ന് 89 രൂപ 50 പൈസ അല്ലെങ്കിൽ 55 പൈസ കിട്ടുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. കൂടുതൽ ഇതിന് അവരെ പ്രേരിപ്പിക്കും. ഇനി ഇമ്പോർട്ടിനെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ, ക്രൂഡ്, ഇലക്ട്രോണിക് ഐറ്റംസ് എന്നിവ ഇറക്കുമതി ചെയ്യുന്നൊരു രാജ്യമാണ്. അപ്പോൾ ഇമ്പോർട്ടെന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ 88 രൂപ 50 പൈസയ്ക്ക് ഇമ്പോർട്ട് ചെയ്ത് ഇന്ന് നമ്മൾ 89 രൂപ 50 പൈസയ്ക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ട് മാറുകയും രാജ്യത്ത് ഇത് ഇൻഫ്ലേഷന് വഴിവെക്കുകയും ചെയ്തുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇത് വ്യാപാര കമ്മിയെ കൂട്ടും. കാരണം ഈ കഴിഞ്ഞ ഒക്ടോബറിലെ ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡിലും സിൽവറിലും ഉണ്ടായിട്ടുള്ള ഒരു ഇറക്കുമതി എന്ന് പറയുന്നത് അഭൂതപൂർവമായിട്ടുള്ള ഒരു ഇറക്കുമതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെല്ലാം നമ്മൾ കൊടുക്കേണ്ടത് ഫോറിൻ എക്സ്ചേഞ്ചാണ്, ഡോളറാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇന്ത്യയുടെ വ്യാപാര കമ്മിയെ കൂട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിലെ റിപ്പോർട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ GDPയുടെ ഏകദേശം 1.47 വ്യാപാര കമ്മി കൂട്ടാനെ കൊണ്ട് സാധ്യതയുണ്ടെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത്. വിപണിയിലെ ഈ മാറ്റം ഇത് എത്ര നാളത്തേക്ക് തുടരാനാണ് സാധ്യത? അടുത്തെങ്ങാനും ഇതിനൊരു റിക്കവറിക്കുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? അല്ല ഇക്ബാൽ, ഇതൊരു വളരെയധികം ഒരു ടിക്ലിഷ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാര്യം നമ്മൾ മാർക്കറ്റിൽ അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യയിലും ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെ അനുസരിച്ചാണ് ഈ രൂപയുടെ മാറ്റം വരുന്നത്. എന്നാൽ പൊതുവെ പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് നിലവിൽ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് 692.57 ബില്യൺ ഡോളറാണ് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ഇത് വളരെ കംഫർട്ടബിൾ ലെവലാണ്. അപ്പോൾ RBIക്ക് ഇങ്ങനെ സാധാരണഗതിയിൽ ഇങ്ങനെ രൂപയിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ RBI ധാരാളം ഡോളറുകൾ വിറ്റഴിച്ച് രൂപയുടെ മൂല്യത്തകർച്ച തടയുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ RBIയുടെ ഇൻ്റർവെൻഷനെ അനുസരിച്ചായിരിക്കും ഈ ഒരു വിലയിലെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു തോന്നൽ ഉപയോഗിച്ച് എൻ്റെ ഒരു വ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBI മാർക്കറ്റിൽ ഇടപെട്ട് രൂപയുടെ മൂല്യം വളരെയധികം കൂടുതൽ ആകാതിരിക്കാൻ കൊണ്ട് ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഫോറക്സ് റിസർവ് ധാരാളമായിട്ട് RBIയുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിനകത്തൊരു ഘടകമാണ്. അപ്പോൾ എന്തായാലും ഇതൊരു 88ലേക്കുള്ളൊരു തിരിച്ചുവരവ് സ്വല്പം അസാധ്യമാണ് എന്ന് വേണം എനിക്ക് പറയാനായിട്ട്.